നമസ്തേ. ജ്യോതിഷ കൗൺസിലിംഗ് ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സുസ്വാഗതം. 22/8/2025 വെള്ളിയാഴ്ച ഇന്നത്തെ നക്ഷത്രം ആയില്യ നക്ഷത്രമാണ്. 45 നാഴികയാണ് ഉള്ളത്. അതായത് ശനിയാഴ്ച വെളുപ്പിന് 12:18 വരെ ഉണ്ട്. ഈ ആയില്യ നക്ഷത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഞാനിവിടെ പറയുന്നത്. ഗണ്ടാന്ത ദോഷമുള്ളൊരു ഗണ്ടാന്ത സന്ധിയുള്ളൊരു നക്ഷത്രം കൂടിയാണ് ആയില്യ നക്ഷത്രം എന്ന് പറയുന്നത്. ഗണ്ടാന്ത ദോഷമുണ്ട്. ദേവതി, തൃക്കേട്ട, ആയില്യം എന്നീ 3 നക്ഷത്രക്കാർക്ക് അവസാനത്തെ 15 നാഴിക ഗണ്ടാന്ത ദോഷമുണ്ട്. അശ്വതി, മകം, മൂലം എന്നീ 3 നക്ഷത്രക്കാർക്ക് ആദ്യത്തെ 15 നാഴിക ഗണ്ടാന്ത ദോഷമുണ്ട്. അപ്പം ഞാൻ ആ ഗണ്ടാന്ത ദോഷം എങ്ങനെയൊക്കെ ഒരു മനുഷ്യ ജീവിതത്തെ ബാധിക്കുമെന്നും ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് എത്രമാത്രം ഈ ഗണ്ടാന്ത ദോഷം ബാധിക്കുമെന്നും ഇതെങ്ങനെയൊക്കെയാണ് അവരുടെ ജീവിതത്തിനെ ബാധിക്കുന്നതെന്നും അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നൊരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും ഇത് കാണേണ്ടതാണ്. പൂർണ്ണമായും കാണുക. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. അപ്പോൾ ഇന്നത്തെ ആയില്യ നക്ഷത്രത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവസാനം 15 നാഴികയാണ് ഗണ്ടാന്ത ദോഷമുള്ളതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഗണ്ടാന്ത ദോഷം ബാധിക്കുന്ന പാദങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. ആയില്യ ആദ്യ പാദത്തിന് ദോഷമില്ല. 2ാം പാദത്തിന് ധനത്തിനെ ബാധിക്കുന്നുണ്ട്. ആയില്യത്തിന്റെ 3ാം പാദം മാതാവിനെ ദോഷം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ആയില്യത്തിന്റെ 4ാം പാദത്തിന് പിതാവിന് ദോഷം സംഭവിക്കുന്നുണ്ട്. മൃത്യു പോലെയുള്ള ദോഷമൊന്നും അല്ല ഉണ്ടാകുന്നത്. ക്ലേശപരമായിട്ടുള്ള ജീവിതം, ദുരിതപരമായിട്ടുള്ള ജീവിതം ഇവർക്ക് നയിക്കേണ്ടി വരും. അപ്പം ഗണ്ടാന്ത ദോഷമുള്ള നക്ഷത്രം ആയതുകൊണ്ട് ഈ നക്ഷത്രത്തിന്റെ അവസാനത്തെ 15 നാഴികയാണ് ഈ ഗണ്ടാന്ത ദോഷം ബാധിക്കുന്നത്. ഗണ്ടാന്ത ദോഷ സമയത്ത് ജനിക്കുന്ന കുട്ടി ജീവിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ സമയത്ത് ജനിക്കുന്ന ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ജീവിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അഥവാ ജീവിച്ചിരുന്നാൽ കുട്ടി ജനിക്കുന്ന കുലത്തിനും മാതാപിതാക്കൾക്കും ദോഷം സംഭവിക്കുന്നു. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അനുഭവം ഒന്ന് തന്നെയാണുള്ളത്. ഈ സമയത്ത് ജനിക്കുന്ന ആൺകുട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കുലത്തിനും വംശത്തിനും മാതാപിതാ